JP ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര മലയാളം ആക്ടർ ലാലേട്ടൻ്റെ എളമക്കരയുള്ള വീട്ടിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരി ജനനം. തിരുവനന്തപുരത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ട് വീട്ടിലായിരുന്നു ലാലേട്ടൻ്റെ കുട്ടിക്കാലം. മുടവൻമുകളിലുള്ള സ്കൂളിലാണ് മോഹൻലാൽ തൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പ്രിയദർശൻ, NG ശ്രീകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നു. തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് ലാലേട്ടൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. 6ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ലാലേട്ടനെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലാലേട്ടൻ്റെ ഉപരിപഠനം തിരുവനന്തപുരത്തെ MG കോളേജിലായിരുന്നു. ലാലേട്ടൻ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടമായിരുന്നു. ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ചില കാരണങ്ങളാൽ ഈ ചിത്രം പുറത്തിറങ്ങിയില്ല. മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. ഈ കാണുന്നതാണ് ലാലേട്ടൻ്റെ എളമക്കരയിലുള്ള വീട്. പ്രിയദർശൻ്റെ ആദ്യ ചിത്രമായ പൂച്ചക്കുരു മൂക്കുത്തി എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ചിത്രം, കിലുക്കം, മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൻ്റെ വിജയ ചിത്രങ്ങളിൽ പ്രധാനങ്ങളാണ്. 1986 മുതൽ 95 വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിലാണ് നല്ല തിരക്കഥയും സംവിധാനവും അഭിനയവും കൂടിച്ചേർന്ന നല്ല ചലച്ചിത്രങ്ങൾ പിറവിയെടുത്തത്. ഈ കാലഘട്ടങ്ങളിലാണ് ലാലേട്ടൻ്റെ അഭിനയ മികവ് പ്രകടമാക്കുന്ന നിരവധി ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നത്. TP ബാലഗോപാലൻ MA എന്ന സത്യനന്ദിക്കാളി ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിനെ ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചു. പിന്നീട് പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിൽ ലാലേട്ടന് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തു. ഈ ചിത്രം വൻ വിജയമായിരുന്നു. ഈ ചിത്രം മൂലം ലാലേട്ടൻ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. 2001 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയും ചെയ്തു. 2019 പത്മഭൂഷൺ ബഹുമതിയും നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു.